പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 8. നീ ഇന്ന് മൂപ്പൻ്റെ അടുത്തേക്ക് പോകണം. ഞാൻ എന്തൊക്കെ വേണമെന്ന് ആളെ വിട്ട് അറിയിച്ചിട്ടുണ്ട്. നീ ചെന്ന് അതെല്ലാം വാങ്ങിക്കൊണ്ട് വരണം. അമ്മച്ചി പറഞ്ഞു. ഈ 2 മക്കൾക്കും ഉള്ളത് വേണം. പിന്നെ ഗൗരിമോൾക്ക് കുളിക്കാനുള്ളതും ദേഹത്ത് തേക്കാനുള്ളതും. ആ പാടുകൾ അവളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായി മാറണം. എന്നാലാണ് അവൾ ഭൂതകാലം അവളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകൂ, പൂർണ്ണമായും. ഇല്ലെങ്കിൽ അത് കാണും തോറും അവളുടെ ആ ഭൂതകാലം എപ്പോഴും അവളുടെ മനസ്സിലേക്ക് വരും. അമ്മച്ചി പറഞ്ഞു. ഞാൻ പോകാം, ഞാൻ ഇന്ന് തന്നെ പോയി വാങ്ങിയിട്ട് വരാം അമ്മച്ചി, അവൻ പറഞ്ഞു. വളരെ ഉത്സാഹത്തോടെയാണ് സണ്ണി പറയുന്നത്. അത് അമ്മച്ചിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിച്ചു. നിന്നെ പേടിക്കാതെ നിന്റെ കുഞ്ഞിനെ ഗൗരിമോളുടെ അടുത്തേക്ക് എത്തിക്കാലോ അല്ലേ? അമ്മച്ചി ചോദിച്ചതും സണ്ണി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തലയാട്ടി. എന്നാൽ നീ താഴേക്ക് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്തായാലും ഇന്ന് സ്കൂളിൽ പോകുന്നില്ലല്ലോ. ഇല്ല, ഇന്ന് എന്തായാലും മൂപ്പൻ്റെ അടുത്ത് പോയി വന്നിട്ട് സൂപ്പർ മാർക്കറ്റിലും എല്ലാം ഒന്ന് പോകണം. അതിനുശേഷം പറ്റുമെങ്കിൽ വൈകിട്ട് ഒന്ന് സ്കൂളിൽ പോകാം. പിന്നെ മോനെ, ഗൗരിയുടെ സർട്ടിഫിക്കറ്റ് മുഴുവനുമില്ല. അതെല്ലാം ആ ദുഷ്ടൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും, അമ്മച്ചി പറഞ്ഞു. അതൊന്നും ഓർത്ത് അമ്മച്ചി ടെൻഷൻ അടിക്കണ്ട, അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, സണ്ണി പറഞ്ഞു. അത്രയും നാളും ഇല്ലാതിരുന്ന സന്തോഷവും ഒരു പുതിയ ഉണർവും തൻ്റെ മകൻ്റെ മുഖത്തുണ്ടെന്ന് ആ അമ്മച്ചി കണ്ടതും അമ്മച്ചിയുടെ കൈകൾ മകൻ്റെ കവിളിൽ തലോടി. എൻ്റെ പഴയ സണ്ണി, അത്രയും പറഞ്ഞുകൊണ്ട് അമ്മച്ചി അവിടെ നിന്നും നടന്നു. സണ്ണി ബെഡിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി. കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. എൻ്റെ മോന് ഇപ്പോൾ നിൻ്റെ അമ്മയുടെ മണമാണല്ലോടാ കണ്ണാ, സണ്ണി കുഞ്ഞിൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്നു. അവൻ ഗൗരിയുടെ വീട്ടിലേക്ക് നോക്കി. അവളെ ഒന്ന് കാണണമെന്ന് അവന് തോന്നി. അപ്പോഴാണ് പുറകുവശത്ത് തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന തോർത്തുമുണ്ട് അഴിച്ച് അത് അഴയിലേക്ക് വിരിച്ചുകൊണ്ട് മുടി കോന്തിയിടുന്ന ഗൗരിയെ സണ്ണി കാണുന്നത്. അവൻ കണ്ണിമ വെട്ടാതെ അവളെ നോക്കി നിന്നു. പറയാതെ അറിയാതെ പോയ പ്രണയം, അവൻ മനസ്സിൽ പറഞ്ഞു. അവൾ അകത്തേക്ക് പോയതും അവൻ കുഞ്ഞിനെ കൊണ്ട് താഴേക്ക് വന്നു. താഴെ ലിവിംഗ് റൂമിൽ വന്ന് സോഫയിൽ കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് അവനെ കളിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായത്. അവൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നു. അവൻ ഉറങ്ങി എന്ന് കണ്ടതും കുഞ്ഞിനെ അമ്മച്ചിയുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. അവൻ പുറത്തേക്ക് വന്നു. പുറത്ത് സിറ്റൗട്ടിൽ വന്നിരുന്ന് അവൻ പത്രം വായിക്കാൻ തുടങ്ങി. അപ്പോഴും ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ ആ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു, ഗൗരിയെ കാണാൻ. ചേട്ടത്തി വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവൻ അങ്ങോട്ടേക്ക് പോയത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഫോണിൽ സമയം നോക്കിയത്. ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഗായത്രിയും ഗൗരിയും ഇറങ്ങുമെന്ന് അവനറിയാം. ഗായത്രി പോകുന്ന സമയം അടുത്തതുകൊണ്ട് അവളുടെ കൂടെ ഗൗരിയും ഉണ്ടാകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവൻ വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. വീണ്ടും സിറ്റൗട്ടിൽ പോയിരുന്ന് പത്രം വായിക്കാൻ തുടങ്ങി. അവൻ കാണിക്കുന്നതെല്ലാം അമ്മച്ചി കാണുന്നുണ്ടായിരുന്നു. ചെറിയൊരു പുഞ്ചിരിയോടെ അമ്മച്ചിയും ഒന്നും അറിയാത്തതുപോലെ അമ്മച്ചി സിറ്റൗട്ടിലേക്ക് ചെന്നിരുന്നു. നീ എപ്പോഴാണ് പോകുന്നത്? ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും അമ്മച്ചി, അവൻ പറഞ്ഞു. അപ്പോഴാണ് സണ്ണിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഇന്ന് ഇൻസ്പെക്ഷന് ആൾ വരും എന്ന് പറഞ്ഞു. അത് കേട്ടതും അവൻ അമ്മച്ചിയോട് കാര്യം പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്, ഇന്ന് പോകണ്ട. ഇത്രയും നീ അതിനുവേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. ഇന്ന് അവിടെ അവർ വരുമ്പോൾ നീ ഇല്ലാതിരുന്നാൽ ശരിയാകില്ല, അമ്മച്ചി പറഞ്ഞു. അപ്പോഴാണ് കാറിലേക്ക് കയറുന്ന ഗായത്രിയെ അവർ കാണുന്നത്. ഗായത്രി കാറുമെടുത്ത് കുറച്ച് നീക്കി നിർത്തിയപ്പോൾ കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ടു. കുഞ്ഞിനെ ഗൗരിയുടെ കയ്യിൽ നിന്നും ഗായത്രിയുടെ അമ്മ വാങ്ങുന്നതും അവർ 2 പേരും കണ്ടു. ഗൗരി അവിടെ നിന്നും അമ്മച്ചിയുടെ വീട്ടിലേക്ക് നോക്കി. അവൾ നോക്കിയത് അമ്മച്ചിയെയാണ്. നോട്ടത്തിൻ്റെ അർത്ഥം അമ്മച്ചിക്ക് അറിയാം. മോന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി. അമ്മച്ചി അവളെ നോക്കി പുഞ്ചിരിച്ചു. അമ്മച്ചി മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും ഗൗരി നടന്ന് അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു. ഗായത്രി കാറുമായി അമ്മച്ചിയുടെ അടുത്ത് വന്ന് നിർത്തി. അമ്മച്ചിയുടെ അടുത്ത് വന്നതും ഗൗരി, അമ്മച്ചി, മോൻ പിന്നെ പാല് കുടിച്ചിട്ടില്ല. അപ്പോൾ കുടിച്ചതാണ്. ഇനി വിശക്കുമ്പോൾ കരഞ്ഞാൽ എന്തു ചെയ്യും? അവൾ ചോദിച്ചു. പേടിക്കണ്ട മോളെ, അമ്മച്ചി എന്തെങ്കിലും ചെയ്തോളാം. ഇനി തീരെ പറ്റുന്നില്ലെങ്കിൽ അമ്മച്ചി സ്കൂളിലേക്ക് കൊണ്ടുവരാം. മോൾക്ക് കാറിൽ നിന്ന് പാല് കൊടുക്കാമല്ലോ, അമ്മച്ചി പറഞ്ഞു. അതിന് അവൾ സമ്മതിച്ച് തലയണക്കി. അപ്പോഴാണ് സിറ്റൗട്ടിൽ അവരെ നോക്കി നിൽക്കുന്ന സണ്ണിയെ അവൾ കാണുന്നത്. അവൾ ചിരിച്ചു. അവനും ചെറുതായി പുഞ്ചിരിച്ചു. താൻ പണ്ട് എപ്പോഴും കാണുമ്പോൾ
അവളുടെ ചുണ്ടിൽ ഉണ്ടായിരുന്ന ആ പുഞ്ചിരിയുടെ തെളിച്ചമില്ല എന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്നാ നിങ്ങൾ പോയിക്കോളൂ, കുറച്ച് കഴിയുമ്പോൾ ഞാനും സണ്ണിയും വരും. ഇൻസ്പെക്ഷൻ ആൾ വരുന്നുണ്ട്, പുതിയ ബിൽഡിങ്ങിൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വരും, അമ്മച്ചി പറഞ്ഞു. ഗൗരി വന്ന് കാറിൽ കയറി. ഗൗരി കാറിൽ കയറിയതും പോകുന്നതും എല്ലാം സണ്ണി നോക്കി നിന്നു. അവൻ പോയതിനു ശേഷം അമ്മച്ചി അവൻ്റെ അടുത്തേക്ക് വന്നു. മോൻ കരഞ്ഞോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. എഴുന്നേൽക്കുമ്പോൾ എന്തു ചെയ്യും എന്നുള്ള ആകുലതയാണ്. അമ്മച്ചി പറഞ്ഞു. മോനിപ്പോൾ ഫോർമുല തീരെ കഴിക്കാതെയായി അല്ലേ അമ്മച്ചി? അവൻ ചോദിച്ചു. ഇല്ല, ഒട്ടും കഴിക്കില്ല ഇപ്പോൾ, അമ്മച്ചി പറഞ്ഞു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഇനി ഗൗരിമോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ രണ്ടുപേരെയും ഫീഡ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ 3:30 സ്കൂൾ വിടുമ്പോൾ വേഗം വരും. പിന്നെ അങ്ങോട്ട് ഇടയ്ക്കിടെ പാല് കൊടുക്കും. അതുവരെ കുറച്ച് വിശപ്പ് 2 കുട്ടികൾക്കും ഉണ്ടാകും, അമ്മച്ചി പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം അമ്മച്ചി, മോനും മോളും കരയുകയാണെങ്കിൽ ഇനി ആരെങ്കിലും ഒരാൾ കരഞ്ഞാൽ പോലും 2 പേരെയും കൊണ്ട് സ്കൂളിലേക്ക് പോര്. കാറിലിരുന്നു കൊണ്ട് ഗൗരിക്ക് ഫീഡ് ചെയ്യാലോ, സണ്ണി പറഞ്ഞു. ഞാനത് മോളോട് പറഞ്ഞിട്ടുണ്ട്. കരയുകയാണെങ്കിൽ അമ്മച്ചി കൊണ്ടുവരാം. ഇനി അമ്മച്ചി ഇല്ലെങ്കിൽ ചേട്ടത്തിയാണെങ്കിലും ഗായത്രിയുടെ അമ്മയാണെങ്കിലും കൊണ്ടുപോയിക്കോളും 2 പേരെയും, അമ്മച്ചി പറഞ്ഞു. എന്തായാലും നമുക്ക് വൈകിക്കണ്ട, നമുക്കും സ്കൂളിലേക്ക് പോകാം എന്ന് പറഞ്ഞ് 2 പേരും അകത്തേക്ക് പോയി. സണ്ണി കുളിച്ച് താഴേക്ക് വരുമ്പോൾ അമ്മച്ചി അവനെ നോക്കി കാണുകയായിരുന്നു. ഇത്രയും നാളും ഉള്ളതിനേക്കാൾ എന്തൊരു പ്രത്യേക ഭംഗി തൻ്റെ മകനുണ്ടെന്ന് അമ്മച്ചിക്ക് തോന്നി. അത് അവൻ്റെ ചുണ്ടിലെ ആ പുഞ്ചിരിയാണെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി. എന്താ അമ്മച്ചി ഇങ്ങനെ നോക്കുന്നത്? അവൻ ചോദിച്ചു. എൻ്റെ മോൻ്റെ മുഖത്ത് വന്നിരിക്കുന്ന ഈ മാറ്റം കാണുകയായിരുന്നു അമ്മച്ചി, അമ്മച്ചി പറഞ്ഞു. എന്ത് മാറ്റം? മാറ്റം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അമ്മച്ചി പറഞ്ഞു. ആ ഭംഗിയുടെ പേര് ഗൗരി എന്നാണോ? അമ്മച്ചി ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അമ്മച്ചിയുടെ കവിളിൽ പിടിച്ച് വലിച്ചു. അയ്യോ, എനിക്ക് വേദനിച്ചു. നിന്റെ സന്തോഷം ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നീ ഒരുപാട് സന്തോഷിക്കേണ്ട, എൻ്റെ കവിള് പറഞ്ഞു പോരും, അമ്മച്ചി പറഞ്ഞു. അവൻ പിടിച്ചു വലിച്ച ആ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ അമ്മച്ചിയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് ചുംബിച്ചു. അവൻ പുറത്തേക്കിറങ്ങുമ്പോൾ, അമ്മച്ചി എനിക്ക് ഗൗരിയുടെ കുഞ്ഞിനെ കാണണമെന്നുണ്ട്, സണ്ണി പറഞ്ഞു. ഇപ്പോൾ ഉറങ്ങുകയായിരിക്കും, ഞാനൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അമ്മച്ചി പുറത്തേക്കിറങ്ങുമ്പോൾ കണ്ടു ഗായത്രിയുടെ അമ്മ കുഞ്ഞിനെ എടുത്ത് പുറത്ത് നിൽക്കുന്നത്. അമ്മച്ചി ഗായത്രിയുടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. എഴുന്നേറ്റോ? അമ്മച്ചി ചോദിച്ചു. മോള് പോയപ്പോൾ എഴുന്നേറ്റിരിക്കുകയായിരുന്നു, ഞാൻ കുറേ നേരം കൊണ്ട് നടന്നതാ, ഇനി ഉറങ്ങിക്കോളും, ഗായത്രിയുടെ അമ്മ പറഞ്ഞു. അമ്മച്ചി അടുത്തു ചെന്നതും കുഞ്ഞിപ്പെണ്ണിനെ കയ്യിലേക്ക് വാങ്ങി. കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് ചുറ്റുപാടും നോക്കി കാണുകയാണ്. സണ്ണി മോളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനൊന്ന് കാണിച്ചിട്ട് വരാം, സിറ്റൗട്ടിൽ ഇറങ്ങി നിൽക്കുന്ന സണ്ണിയെ കാണിച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞതും ഗായത്രിയുടെ അമ്മ ഒന്ന് പുഞ്ചിരിച്ചു. അമ്മച്ചി കുഞ്ഞിനെയും കൊണ്ട് സണ്ണിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മച്ചി കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് കണ്ടതും സണ്ണി അടുത്തേക്ക് ചെന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന കാറിൻ്റെ കീ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൻ കുഞ്ഞിനെ അമ്മച്ചിയുടെ കയ്യിൽ നിന്നും വാങ്ങി. അവൻ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയതും പെട്ടെന്ന് തന്നെ അമ്മച്ചിയുടെ മുഖത്ത് നോക്കി. അമ്മച്ചി അത് കണ്ടതും ചിരിച്ചുകൊണ്ട്, അതെ, നിന്റെ കണ്ണ് പോലെ തന്നെ, പക്ഷേ ഗൗരിയെ പോലെ തന്നെയാണ് കുഞ്ഞിനെ കാണാൻ, അമ്മച്ചി പറഞ്ഞതും സണ്ണിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അവൻ നിറഞ്ഞ കണ്ണാലെ തന്നെ കുഞ്ഞിനെ നോക്കി. കുഞ്ഞിപ്പെണ്ണ് അവനെ തന്നെ നോക്കി കിടക്കുന്നത് കണ്ടതും അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ശരിക്കും തൻ്റെ മോനെ പോലെ തന്നെ തോന്നി അമ്മച്ചി, ഇവർ 2 പേരും ഒരുപോലെ തോന്നുന്നു അല്ലേ, സണ്ണി പറഞ്ഞു. എല്ലാവരും പറയുന്നു, ഗായത്രി മോളും അമ്മയും എല്ലാവരും പറഞ്ഞു 2 പേരെയും കണ്ടാൽ മാറിപ്പോകുമെന്ന്. അവൻ കുറച്ചു നേരം കുഞ്ഞിനെ കൊഞ്ചിച്ചു. നിന്റെ മോനെ പോലെയല്ല, മോളൊരു പാവാണ്, ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല, വിശക്കുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കരയും, അത്രമാത്രം. പക്ഷേ നിന്റെ മോൻ അങ്ങനെയല്ല, ഗൗരി മോളെ എടുത്ത് പാല് കൊടുക്കുന്നത് വരെ അവൻ വാശിയാണ്, ഇങ്ങനെ വാശി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് ഗൗരിമോള് കൊഞ്ചിക്കുന്നുണ്ട്, അമ്മച്ചി പറഞ്ഞു. അത് പറയുമ്പോൾ സണ്ണിയുടെ മുഖത്ത് നല്ല പുഞ്ചിരിയായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ഗായത്രിയുടെ അമ്മ വന്നു. കുഞ്ഞിനെ നോക്കിയപ്പോൾ മോള് സണ്ണിയെ തന്നെ നോക്കിക്കിടക്കുന്നത് കണ്ടതും, ആ പരിചയമില്ലാത്ത ആളല്ലേ, എപ്പോഴും കാണുന്ന മുഖം അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നോക്കുന്നത്. കണ്ണ് ചിമ്മാതെ ആ റോസ് കളർ ടവലിൽ അവനെ നോക്കി തന്നെ കുഞ്ഞ് കിടക്കുന്നത് കണ്ടതും
സണ്ണിയുടെ കണ്ണുകൾ അറിയാതെ വീണ്ടും നിറഞ്ഞു. അത് കണ്ടതും അമ്മച്ചി വേഗം കുഞ്ഞിനെ വാങ്ങി ഗായത്രിയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും യാത്ര പറഞ്ഞ് വന്ന് വണ്ടിയിൽ കയറി. പോകുന്ന വഴിയെല്ലാം സണ്ണി ആകെ നിശബ്ദനായിരുന്നു. എന്തു പറ്റി നിനക്ക്? പെട്ടെന്ന് അമ്മച്ചി ചോദിച്ചു. ഒന്നുമില്ല അമ്മച്ചി. ഞാനന്ന് വൈകിയത് കൊണ്ടല്ലേ അമ്മച്ചി എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്? എൻ്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ അമ്മച്ചി? അമ്മച്ചിയും അപ്പായും കുറച്ച് ദിവസം മുമ്പേ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളുടെ അച്ഛനും അമ്മയും ഒന്നും നഷ്ടപ്പെടില്ലായിരുന്നു അല്ലേ? സണ്ണി ചോദിച്ചു. ഒന്നും കാണാതെ കർത്താവ് തമ്പുരാൻ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല. എന്തെങ്കിലും തമ്പുരാൻ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നഷ്ടം എനിക്കും ഗൗരിക്കും മാത്രമായി പോയല്ലോ അമ്മച്ചി. 1 വർഷം കൊണ്ട് അമ്മച്ചി പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരുപാട് ഗൗരി അനുഭവിച്ചു എന്നല്ല മോനെ പറയേണ്ടത്, അനുഭവിച്ച് കഴിഞ്ഞു. ഒരു പെണ്ണും ഇത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഗായത്രിയുടെ അമ്മയുടെ സംസാരത്തിൽ നിന്നും കേട്ട കാര്യങ്ങൾ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് അനുഭവിച്ച ഗൗരി, അവളുടെ മനസ്സിൽ എപ്പോഴും നീറ്റിലായിട്ട് ആ ഓർമ്മകൾ കിടക്കും. അത് മാറണമെങ്കിൽ അതിനേക്കാൾ മുകളിൽ അവൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണം. എന്നാൽ മാത്രമേ അവളുടെ മനസ്സിൽ നിന്നും ആ പഴയകാല ചിത്രം, ഓർമ്മകൾ, വേദനകൾ മാറിപ്പോകൂ. അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി സണ്ണിയെ നോക്കി. ഒന്നും മിണ്ടാതെ വണ്ടി ഓടിക്കുകയാണ്. അവനപ്പോൾ ഓർത്തത് ശീതളിനെക്കുറിച്ചായിരുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ഇഷ്ടമാണ്, തന്നെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ മരിച്ചു കളയും എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നത്. അമ്മച്ചിയുടെ നിർബന്ധപ്രകാരം വിവാഹം കഴിച്ചത്. പക്ഷേ അത് തൻ്റെയും അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ചത്. എല്ലാം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരിറ്റു മുലപ്പാലിൻ്റെ രുചി പോലും തൻ്റെ മകന് കൊടുക്കാതെ സ്വന്തം സുഖം നോക്കിപ്പോയ ശീതൾ. അവളെ വെച്ച് നോക്കുമ്പോൾ ഗൗരി, അവൾ ഇത്രയും അനുഭവിച്ചിട്ടും ആ കുഞ്ഞിനു വേണ്ടി ഇപ്പോഴും ജീവിക്കുന്നു. ഈ വേദനകളെല്ലാം അനുഭവിച്ചത് ആ കുഞ്ഞിനു വേണ്ടി ആയിരിക്കില്ലേ? സണ്ണി മനസ്സിലോർത്തു. അവൻ്റെ മനസ്സ് മുഴുവൻ അപ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് പോവുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ മറ്റെന്തോ ആലോചിച്ച് കൂട്ടുന്നത് പോലെ അമ്മച്ചിക്ക് തോന്നി. സ്കൂൾ എത്തിയതും അമ്മച്ചിയും സണ്ണിയും നേരെ ഓഫീസ് റൂമിലേക്ക് പോയി. മാനേജറെ കണ്ട് സംസാരിച്ചു. അപ്പോഴേക്കും മുറ്റത്ത് ഇൻസ്പെക്ഷനുള്ള ആളുകൾ എത്തി. സണ്ണിയും അമ്മച്ചിയും അവരെയും കൊണ്ട് പുതിയ ബിൽഡിംഗ് എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. ഉച്ചയോടടുത്താണ് അവരുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞത്. ലഞ്ച് ബ്രേക്കിന് ബെല്ലടിച്ചതും ഗായത്രിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഗൗരി ഓടി. അതിപ്പോൾ എന്നും ലഞ്ച് ബ്രേക്കിനുള്ള ഒരു കാഴ്ചയാണ്. അവൾ വേഗം കാറിൽ കയറി. വീടെത്തി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് വരെ ഗൗരിക്ക് ഒരു മനസ്സമാധാനവും ഉണ്ടാവില്ല. ഗൗരിയും ഗായത്രിയും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലെത്തി. സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോഴാണ് അമ്മച്ചിയും സണ്ണിയും നടന്നു വരുന്നത്. സണ്ണി അവരെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അവർ തിരിച്ചും ഒന്ന് പുഞ്ചിരിച്ചു നടന്നു പോയതും അമ്മച്ചി അവിടെ നിന്നു. മോൻ കരയുന്നൊന്നുമില്ല കേട്ടോ അമ്മച്ചി, ആള് നല്ല ഉറക്കാണ്, ഞാൻ ഉറക്കിയിട്ടാണ് പോകുന്നത്, ഗൗരി പറഞ്ഞു. വാശി കാണിച്ചു എന്ന് പറഞ്ഞോ കുറുമ്പൻ? അമ്മച്ചി ചോദിച്ചു. ഇല്ല, ചേട്ടത്തിയെ അത്ര ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോഴേക്കും കണ്ണ് തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് എഴുന്നേറ്റിരുന്നു. ചേട്ടത്തിയെ എടുത്ത് നടന്നപ്പോഴേക്കും ആൾ വീണ്ടും ഉറങ്ങിയെന്നാണ് പറഞ്ഞത്. ഞാൻ ചെന്നപ്പോഴാണ് പിന്നെ കണ്ണ് തുറന്നത്, ഗൗരി പറഞ്ഞു. അമ്മച്ചി ഭക്ഷണം കഴിച്ചോ? ഗൗരി ചോദിച്ചു. ഇല്ല മോളെ, ഞങ്ങൾ പോവുകയാണ്, കഴിഞ്ഞു. എന്നിട്ട് എന്തായി? ഗായത്രി ആവേശത്തോടെ ചോദിച്ചു. അടുത്ത അധ്യയന വർഷം നമുക്ക് തുടങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു, അമ്മച്ചി പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചെല്ല് ക്ലാസ്സിലേക്ക്. ഞങ്ങൾ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് കുറച്ച് പണി കൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ, അമ്മച്ചി പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ഗായത്രിയും ഗൗരിയും സ്റ്റാഫ് റൂമിലേക്ക് പോയി. അവർ കയറിപ്പോകുന്നത് നോക്കി സണ്ണി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായി അമ്മച്ചി, മോൻ വാശി പിടിച്ച് കരയുന്നുണ്ടായിരുന്നോ? സണ്ണി ചോദിച്ചു. ഒരു കുഴപ്പമില്ല, നിന്റെ മോനെ പാല് കൊടുത്ത് ഉറക്കി കിടത്തിയിട്ടാണ് ഗൗരിമോള് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മച്ചി ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി. സണ്ണി ഗൗരി പോയ ഭാഗത്തേക്ക് നോക്കി ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവനും ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി. ഹായ്, ഞാൻ നേരത്തെ ഒരു ടാബിൻ്റെ കേസ് പറഞ്ഞില്ലേ, എൻ്റെ പുതിയ ടാബ് ഇങ്ങനൊരു മിസ്റ്റേക്ക് പറ്റി. ആ സത്യത്തിൽ ഞാനൊരു ഇൻഫർമേഷനായിട്ടാണ് പറഞ്ഞത്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ ഇവിടെ വന്ന് പങ്കുവെച്ചതല്ല കേട്ടോ. പൊതുവേ സംഭവിക്കുന്ന ഒരു കാര്യം എനിക്ക് കസ്റ്റമർ കെയറിൽ നിന്ന് അവർ പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപാട് സംഭവിക്കുന്നുണ്ടെന്ന്. നമ്മളെല്ലാവരും വാങ്ങുന്ന ഫോണൊക്കെ അത്യാവശ്യം വില കൂടിയതായിരിക്കും. ഫോണിലും സ്ക്രീൻ കാർഡ് ഒട്ടിക്കുമ്പോൾ അവർ ചെറിയൊരു ലിക്വിഡ് ഒഴിക്കും. ആ ലിക്വിഡ് നമ്മുടെ സ്പീക്കറിലൂടെ കയറി ഫോണും ടാബും അങ്ങനെ എന്തും ആയിക്കോട്ടെ
പെട്ടെന്ന് നാശം സംഭവിക്കും. ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് അത് നശിച്ചു പോകുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? അത് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ നമ്മൾ നോക്കിയില്ലേ? ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ തന്നത്. നമ്മൾ ഇങ്ങനെ ഇനി വരാതിരിക്കാൻ, നമുക്ക് അറിയുന്നവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും വരാതിരിക്കാനല്ലേ ശ്രമിക്കൂ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ആരും പറഞ്ഞു തന്നില്ല, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാതിരുന്നത്. അറിഞ്ഞാൽ നിങ്ങളെങ്കിലും ശ്രദ്ധിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇത് സ്ക്രീൻ കാർഡ് ഒട്ടിച്ച ഷോപ്പുകാർ തന്നെ അതേ ടാബ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ടാബ് കസ്റ്റമർ കെയറിൽ കൊടുത്തത് ഇപ്പോൾ റെഡിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്ത് എൻ്റെ കയ്യിലേക്ക് തന്ന് വിട്ടിട്ടുണ്ട്. ഞാനത് നാളെ കൊണ്ടുപോയി കൊടുത്തിട്ട് എനിക്ക് പുതിയ ടാബ് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ തരാമെന്നും സമ്മതിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുകയാണ്. ശ്രദ്ധിക്കണം. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ സാധനത്തിന് നല്ല വിലയുണ്ട്. നമ്മൾ അധ്വാനിച്ച കാശിന് വിലയുണ്ടാവും ഇല്ലേ? അതുകൊണ്ട് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.